ഇപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിലും അതല്ല ഇനി ഒരു ഡെവോപ്സ് ഫീൽഡിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഏറ്റവും എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നോളജിയാണ് ഡോക്കർ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതുവരെയും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്കർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകളും, അതായത് ഇപ്പോൾ ഒരാൾ ലോക്കൽ മെഷീനിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾസും റൺ ടൈം ഫയൽസും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്ന. അപ്പം ആ ഒരു എൻവയോൺമെൻറ്റ് അതേപോലെ അയാളുടെ ടീം മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എൻഡ് യൂസറിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്തും ഉണ്ടാകുന്ന ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഡോക്കർ കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി വന്നത്. അപ്പോൾ ഇത് വന്ന ശേഷം ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് വളരെയധികം എളുപ്പമായി. കാരണം അവർക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ ഇപ്പം എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുന്നതിലോ പിന്നീട് ടീം മെമ്പേഴ്സുമായിട്ട് ഇത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി വന്ന ശേഷം അത് പരിഹരിക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു പുതിയൊരു സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഡോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ഡെവോപ്സിലും അതുപോലെ അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം വളരെയധികം ഉപകരിക്കുന്ന, അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ടെക്നോളജീസിൽ ഒന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ആയിരിക്കും നമ്മളിപ്പോൾ ഈ ഒരു സീരീസിൽ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു സീരീസിൻ്റെ ഇൻട്രൊഡക്ഷൻ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഒരു സിനാരിയോ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കാം ഈ ഡോക്കർ എവിടെയാണ് നമുക്ക് യൂസ് വരുന്നതെന്ന്. അതായത് ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നോക്കേണ്ടത് ഡോക്കർ ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഒരു സിനാരിയോ ആണ്. നമുക്കിപ്പോൾ ഒരു ഡെവലപ്പർ, അതായത് നമുക്ക് രാജ് നമുക്ക് വിളിക്കാം. ഇപ്പോൾ രാജ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ ഒരു PHP വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PHP പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന വെർഷൻ വന്നിട്ട് 7.4 ആണ്. അപ്പം ബാക്ക് എൻഡ് MySQL അങ്ങനെ ഏതെങ്കിലും ഡേറ്റാബേസ് ആണ്. അപ്പം ആ ഒരു പർട്ടിക്കുലർ വെർഷൻ യൂസ് ചെയ്യുകയാണ്, 5.7 എന്ന് പറഞ്ഞൊരു വെർഷൻ യൂസ് ചെയ്യുകയാണ്. അതുപോലെ PHPക്ക് കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ട്, അതുപോലെ MySQLനും ഉണ്ട്, എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഉണ്ട്, മറ്റ് ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ രാജ് ഡെവലപ്പർ യൂസ് ചെയ്യുന്ന ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലോക്കൽ മെഷീൻ പുള്ളിക്കാരൻ്റെ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന macOS ആണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന macOSൽ ഈ പറഞ്ഞ പർട്ടിക്കുലർ വെർഷൻ PHPയുടെ വെർഷനും MySQLും എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കോൺഫിഗർ എല്ലാം ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് വേരിയബിൾസും ഡിപ്പെൻഡൻസി ഫയൽസും റൺ ടൈംസും എല്ലാം കംപ്ലീറ്റ് എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടാണ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. രാജ് ഒറ്റയ്ക്കല്ല, ഒരു സിംഗിൾ ഡെവലപ്പർ അല്ല, പുള്ളിക്കാരൻ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ മെഷീനിലെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ടീം മെമ്പേഴ്സിനും അതേ സെറ്റപ്പ്, അതായത് ആ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു PHP ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു PHP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് കൺസിഡർ ചെയ്യാം. അപ്പം പുള്ളിക്കാരൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്, ഡെവലപ്പർ 1, ഡെവലപ്പർ 2, ഡെവലപ്പർ 3 ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. രാജന് ഈ പറഞ്ഞ ഡെവലപ്പേഴ്സ് എല്ലാമായിട്ട് തന്നെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, അതായത് ഈ ഒരു PHP ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് PHP ഇൻസ്റ്റാൾ ചെയ്യണം, ഈ ബാക്ക് എൻഡ് MySQL ഇൻസ്റ്റാൾ ചെയ്യണം, ഈ പറഞ്ഞ റൺ ടൈം ഫയൽസും ഡിപ്പെൻഡൻസീസും മറ്റ് കോൺഫിഗറേഷൻസും എല്ലാം ഈ 3 ഡെവലപ്പേഴ്സിനും അവരവരുടെ ലോക്കൽ മെഷീനിൽ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇതേ macOS തന്നെ ആയിരിക്കണമെന്നില്ല അവരുടെ ലോക്കൽ മെഷീനിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ചിലർ വിൻഡോസ് യൂസ് ചെയ്യാം, ചിലർ ലിനക്സ് യൂസ് ചെയ്യാം, ചിലർ macOS തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായിരുന്നാലും ഈ രാജ് ആദ്യം സെറ്റപ്പ് ചെയ്തെടുത്ത രാജിൻ്റെ macOSൽ സെറ്റപ്പ് ചെയ്തെടുത്ത ആ ഒരു എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ് അതുപോലെ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിനും സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം അതുപോലെ കറക്റ്റായി, ഈ വെർഷൻ ഉൾപ്പെടെ എല്ലാം അതുപോലെ കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് ഒരുപോലെ ഷെയർ ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ശരിക്കും നല്ലൊരു ടീഡിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം ഒരു ലാപ്ടോപ്പിൽ ഒത്തിരി കാര്യങ്ങൾ പലപ്പോഴായിട്ട് റൺ ടൈം ഫയൽസും എൻവയോൺമെൻറ്റ് വേരിയബിൾസും അങ്ങനത്തെ കോൺഫിഗറേഷൻ ഫയൽസും എല്ലാം സെറ്റപ്പ് ചെയ്തെടുത്ത് പലപ്പോഴായിട്ട് ചെയ്താണ് ആ ഒരു സെറ്റപ്പ് റെഡിയാക്കി എടുത്തിട്ട് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് വീണ്ടും ടീം മെമ്പേഴ്സിനെല്ലാം ആദ്യം മുതൽ ഫ്രം ദ സ്ക്രാച്ച് ലാപ്ടോപ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടീഡിയസ് ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കും.
ടൈം എടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വെർഷൻ വ്യത്യാസം വന്നാൽ, അപ്പോൾ അതായത് ഈ രാജ് ഇപ്പോൾ 7.4 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെവലപ്പർ ഡെവലപ്പർ 1 സെറ്റ് ചെയ്ത് കൊടുത്തത് വേറെ ചെറിയൊരു വെർഷൻ വ്യത്യാസം വന്നാലും ചില സമയത്ത് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് വരാനോ വാർണിങ്സ് വരാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിറ്റോ കോപ്പി ആയിട്ട്, അപ്പം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അതേ ആപ്ലിക്കേഷൻ ഈ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ ഒരുപോലെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല tedious ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ എന്നിരുന്നാലും ഡോക്കർ എന്ന് പറഞ്ഞ ടെക്നോളജി ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതെല്ലാം സമയമെടുത്ത് കറക്റ്റായിട്ട് ഡിറ്റോ കോപ്പിയായിട്ട് ഇവർക്കെല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ രാജിന് തൻ്റെ ടീം മെമ്പേഴ്സുമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഷെയർ ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻഡ് യൂസർ. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് മെയിൻ ഡെവലപ്പർ രാജാണെങ്കിൽ ഇത് എൻഡ് യൂസറിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ സൈറ്റിൽ എൻഡ് യൂസറിൻ്റെ സെർവറിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് ടീമിന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻസ് ടീമിന് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ഈ രാജ് മറ്റ് ഡെവലപ്പേഴ്സിനെല്ലാം ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആ ഒരു സെർവറിൽ ഈ പറഞ്ഞ വെർഷൻസും കോൺഫിഗറേഷൻ ഫയൽസും റൺ ടൈം ഫയൽസും ഡിപ്പെൻഡൻസീസും എല്ലാം സെറ്റപ്പ് ചെയ്തെടുക്കണം ആദ്യം. എന്നിട്ട് മാത്രമേ ഈ ഫൈനൽ ആയിട്ടുള്ള എൻഡ് പ്രോഡക്റ്റ് ഇവിടെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നിട്ട് ഓപ്പറേഷൻസ് ടീമിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ടീം പറയും ആ ഒരു കോഡ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പം രാജു പറയും എൻ്റെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, പക്ഷേ അപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നമല്ല, നിങ്ങൾക്ക് അവിടെ ഡിപ്ലോയ് ചെയ്തതിൽ സംഭവിച്ച എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം രാജ് ഡെവലപ്പർ പറയുന്നതും ശരിയാണ്, ഡെവലപ്പറിൻ്റെ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ എൻ്റെ യൂസറിൽ പ്രൊഡക്ഷൻ സൈഡിൽ പോയപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഈ വരുന്ന പ്രശ്നങ്ങളാണത്. ഇപ്പോൾ എല്ലാം ഡിറ്റോ കോപ്പിയായിട്ട് ഡെവലപ്പർ സൈഡിൽ യൂസ് ചെയ്ത അതേ എൻവയോൺമെൻറ്റ് ഡിറ്റോ കോപ്പിയായിട്ട് പ്രൊഡക്ഷൻ സൈഡിലും കിട്ടിയാൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് 100% അതുപോലെ വർക്ക് ചെയ്യും എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും അങ്ങനെ വരുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് ആണ് പലപ്പോഴും ഡെവലപ്പർ സൈഡിലും ഓപ്പറേഷൻസ് ടീം സൈഡിലും വരുന്ന കോൺഫ്ലിക്ട്സിന് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം വരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം, അപ്പം രാജ് ഇങ്ങനെ ചിന്തിച്ചു, ഇതെപ്പോഴും ഒരു ഭയങ്കര ഹെഡേക്കാണ്. അതായത് ഡെവലപ്പ് ചെയ്ത് എൻ്റെ മെഷീനിലുണ്ടായിരുന്ന അതേപോലെ എൻവയോൺമെൻറ്റ് മറ്റിപ്പോൾ ടീം മെമ്പേഴ്സിനായിരുന്നാലും അല്ല ഇപ്പോൾ എൻ്റെ യൂസറിന് ആയിരുന്നാലും ആ പ്രൊഡക്ഷൻ സൈറ്റിലുള്ള സിസ്റ്റത്തിലാണെങ്കിലും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഹെഡേക്കുള്ള കാര്യമാണ്. അപ്പം അത് ഒരു പ്രോജക്റ്റിന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു പ്രോജക്റ്റിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അത് കഴിഞ്ഞിട്ട് വേറെ പ്രോജക്റ്റ് വരുമ്പോൾ ഈ പറഞ്ഞ PHPയുടെ ഈ വെർഷനും അല്ലെങ്കിൽ ഈ MySQLൻ്റെ വെർഷനും ഇതേ എൻവയോൺമെൻറ്റ് ഫയൽസും കോൺഫിഗറേഷനൊന്നും ആയിരിക്കില്ല, അത് എൻ്റയർലി ഡിഫറൻറ്റ് സെറ്റായിരിക്കും. അപ്പോൾ ഒരു പ്രോജക്റ്റിന് എങ്ങനെയെങ്കിലും സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും വീണ്ടും അടുത്തൊരു പ്രോജക്റ്റ് വരുമ്പോൾ വീണ്ടും ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ചെയ്യണം. എല്ലാവർക്കും ടീം മെമ്പേഴ്സിനും ചെയ്ത് കൊടുക്കണം, അതുപോലെ എൻഡ് യൂസറിൽ പ്രൊഡക്ഷൻ സൈഡിൽ സെർവറിലും ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ രാജ് ഇങ്ങനെ ചിന്തിച്ചു, ഇത് എപ്പോഴും ഭയങ്കര ഹെഡേക്കായിട്ടുള്ളൊരു കാര്യമാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കുന്നത് ഓരോ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇതിനൊരു എളുപ്പവഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ മെഷീനിൽ വർക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം PHP ആയിരുന്നാലും MySQL ബാക്കെൻഡ് ആയിരുന്നാലും ബാക്കി സംഭവങ്ങളെല്ലാം ഒരു പെട്ടിയിലിട്ടിട്ട് ഒരു ബോക്സിൽ ഇട്ട് അടച്ച് ഇവർക്കെല്ലാം കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു എന്നിങ്ങനെ പുള്ളിക്കാരൻ ചിന്തിച്ചു ഡെവലപ്പർ. അതായത് പുള്ളിക്കാരൻ്റെ മെഷീനിലുള്ള എല്ലാ സെറ്റപ്പും അതുപോലെ ഒരു പെട്ടിയിലാക്കി ഇവർക്കെല്ലാം തൻ്റെ ടീം മെമ്പേഴ്സിനായിരുന്നാലും പ്രൊഡക്ഷൻ സൈഡിലുള്ള ഡിപ്ലോയ് ചെയ്യുന്ന അവർക്ക് ആ ടീമിനായിരുന്നാലും എല്ലാം കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു എന്ന് രാജിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ആ ഒരു കണ്ടെയ്നർ ബോക്സിലാക്കി അവർക്ക് കൊടുക്കാമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ ബോക്സ് എന്നിട്ട് ടീം മെമ്പേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കണ്ടെയ്നർ ബോക്സിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസും എൻവയോൺമെൻറ്റ് വേരിയബിൾസും റൺ ടൈംസും എല്ലാം അപ്പോൾ ആ പെട്ടിക്കകത്തുണ്ട്. ആ പെട്ടി തുറന്നെടുത്ത് അവരവരുടെ സിസ്റ്റത്തിൽ അവർ ഇൻസ്റ്റാൾ ചെയ്ത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ വെർഷൻസ് ഒന്നും മാറിപ്പോകുന്നില്ല, കാരണം ആ വെർഷൻസും കാര്യങ്ങളും എല്ലാം ആവശ്യമുള്ളത് പെട്ടിയിലാക്കി ഇവർക്കെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ അതിന് ഓപ്പറേഷൻസ് ടീമിനും കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഒരിടത്തൊന്നും വ്യത്യാസം വരുന്നില്ല. എല്ലാം മെയിൻ ഡെവലപ്പർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം തന്നെ പെട്ടിയിലാക്കി ഇവർക്കെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റിനൊരു ഇടയാക്കുന്നില്ല. എല്ലാ എൻവയോൺമെൻറ്റും അതുപോലെ ഡിറ്റോ കോപ്പിയായിട്ട് ഇവർക്കെല്ലാം തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചിന്തയാണ്, ഈ ഒരു ടെക്നോളജിയാണ് പിന്നീട് ഡോക്കർ കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് മാറിയത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇവിടുത്തെ ഈ ഒരു പെട്ടി, അതായത് കണ്ടെയ്നർ ബോക്സ്, അതിനകത്ത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നീട് ഇതിനല്ലാതെ ഇതിൻ്റെ പുറത്തു നിന്ന് ഒന്നും പിന്നെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെവലപ്പർ ഈ ഒരു പെട്ടിക്കകത്ത് നിറച്ച് കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഒരു ഐസൊലേറ്റഡ് എൻവയോൺമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്.
ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഈ ഒരു പെട്ടിക്കകത്ത് നിറച്ച് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ആ ഒരു കണ്ടെയ്നർ കോൺസെപ്റ്റ് കണ്ടെയ്ൻ ചെയ്യുകയാണ്. ആവശ്യമുള്ള കമ്പോണൻസ് എല്ലാം ഒരു ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എല്ലാം ആ ഒരു കണ്ടെയ്നർ ബോക്സിനകത്താക്കി കണ്ടെയ്ൻ ചെയ്ത് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനാണ് ആ ഒരു കോൺസെപ്റ്റാണ് പിന്നീട് ഡോക്കർ കണ്ടെയ്നർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത്. അപ്പോൾ ഡോക്കർ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അതിന് നമുക്കൊരു ഡോക്കർ ഇമേജ് ഉണ്ട്. ഡോക്കർ ഇമേജ് റൺ ചെയ്യുമ്പോഴാണ് ഡോക്കർ കണ്ടെയ്നർ വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ആ ഒരു പെട്ടിക്കകത്ത് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെ നിറച്ച് നമ്മൾ ഡെവലപ്പ് മെമ്പേഴ്സിനും കൊടുക്കും, എൻഡ് യൂസറിന് ഡിപ്ലോയ് ചെയ്യാനും കൊടുക്കും. അപ്പോൾ ആ ഒരു പെട്ടിയാണ് നമ്മൾ ഡോക്കർ കണ്ടെയ്നർ എന്ന് പറയുന്നത്, കണ്ടെയ്ൻ ചെയ്യുന്നതിന്. അപ്പോൾ ഈ കണ്ടെയ്നർ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമ്മളിനി അങ്ങോട്ട് പഠിക്കും വരുന്ന സെഷൻസിൽ. നമുക്കൊരു ഡോക്കർ ഫയലുണ്ട്. അപ്പോൾ ആ ഡോക്കർ ഫയലിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ നമുക്കൊരു ഡോക്കർ ഇമേജ് ഉണ്ടാക്കാമെന്ന്. ആ ഒരു ഇമേജ് റൺ ചെയ്യുമ്പോഴാണ് ഡോക്കർ കണ്ടെയ്നർ ആക്ച്വലി ഉണ്ടായി വരുന്നത്. അതൊക്കെ നമുക്ക് പഠിക്കാം ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ അതുപോലെ നമുക്ക് ഡോക്കർ ഇമേജ് എന്ന് പറയുമ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇമേജ് ആക്കി ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇമേജ് ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് റെപ്പോസിറ്ററീസ് എന്ന് പറയും. ഒരു സ്ഥലം ഡോക്കർ ഇമേജിനെ സൂക്ഷിച്ച് വെക്കുന്നതിനുള്ള ഒരു സ്ഥലമാണ് ഡോക്കർ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അത് പബ്ലിക് റെപ്പോസിറ്ററി ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് റെപ്പോസിറ്ററി ആവാം. പബ്ലിക് റെപ്പോസിറ്ററി ആണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആ ഒരു സ്ഥലത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് ആണെങ്കിൽ ആക്സസ് ഉള്ള ആൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പ്രൈവറ്റായിട്ട് കമ്പനീസിലൊക്കെ പ്രൈവറ്റ് റെപ്പോസിറ്ററീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരവരുടെ കസ്റ്റമായിട്ടുള്ള ഇമേജസ് ആപ്ലിക്കേഷൻസിൻ്റെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇനി അതല്ല, പബ്ലിക് റെപ്പോസിറ്ററി അവൈലബിൾ ആണ്. അതായത് ഒഫീഷ്യൽ പബ്ലിക് റെപ്പോസിറ്ററി ഡോക്കറിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള പബ്ലിക് റെപ്പോസിറ്ററിയാണ് ഡോക്കർ ഹബ്ബ് എന്ന് പറയുന്നത്. hub.docker.com എന്ന് പറഞ്ഞ സൈറ്റാണത്. അതിൽ പബ്ലിക്കായിട്ടുള്ള റെപ്പോസിറ്ററീസ് ഉണ്ട്. അവിടെ ഒത്തിരി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റെപ്പോസിറ്ററീസ് ഉണ്ട് പബ്ലിക്കായിട്ട്. നമ്മൾ അവിടെ നിന്നാണ് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ റെപ്പോസിറ്ററീസ് ഇമേജസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ റൺ ചെയ്ത് ഡോക്കർ കണ്ടെയ്നേഴ്സൊക്കെ ആക്കി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ നമ്മളിനി പഠിക്കുമ്പോൾ മനസ്സിലാവും വളരെ ക്ലിയർ ആയിട്ട്. അപ്പം എന്തായിരുന്നാലും നമുക്ക് ഈ ഡോക്കർ ഇമേജ് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പബ്ലിക് റെപ്പോസിറ്ററി ഉണ്ട്, പ്രൈവറ്റ് റെപ്പോസിറ്ററി ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ഈ ഡോക്കറിൻ്റെ തന്നെ ഓൺ റെപ്പോസിറ്ററിയാണ് ഡോക്കർ ഹബ്ബ് എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് പബ്ലിക് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കസ്റ്റം ഇമേജസ് നമുക്ക് അവിടെയും സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് പ്രൈവറ്റ് റെപ്പോസിറ്ററിയും സൂക്ഷിക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോക്കർ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നിങ്ങളിൽ ചിലരെങ്കിലും വിർച്വൽ മെഷീൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ വിർച്വൽ മെഷീനിന് യൂസ് ചെയ്തിട്ടുള്ളവർക്കൊരു സംശയം വരും, ഏകദേശം ഡോക്കർ പോലെ തന്നെ അല്ലേ വിർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ഈ ഒരു ഡോക്കർ യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള കുറച്ച് പോയിൻറ്റ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സിസ്റ്റം റിസോഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു വിർച്വൽ മെഷീൻ നമ്മൾ റൺ ചെയ്തു, അതുപോലെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 2-3 ഒക്കെ റൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് കാണാൻ സിസ്റ്റം റിസോഴ്സ് മതിയാവാതെ വരും. പക്ഷേ ഡോക്കർ കോൺസെപ്റ്റ് അങ്ങനെയല്ല. അതാണ് ഇവിടെ ഒരു ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. വിർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി മെമ്മറി സ്പേസ് എടുക്കും, പക്ഷേ ഡോക്കർ അങ്ങനെയല്ല. അതൊരു വിർച്വൽ മെഷീൻ ബൂട്ടായി വരാൻ ഒത്തിരി സമയം എടുക്കും. അങ്ങനെ കുറേ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഡിഫറൻസ് തമ്മിൽ നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതൊരു ലെയർ വൈസ് ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് വിർച്വൽ മെഷീനും ഡോക്കറും തമ്മിലുള്ള. ഇപ്പോൾ വിർച്വൽ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞിട്ട് വിർച്വൽ മെഷീൻ്റെ ഒരു ഹൈപ്പർവൈസർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതും ഓരോ ഗസ്റ്റ് OSൻ്റെ പുറത്താണ് പിന്നീട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറീസും ആപ്ലിക്കേഷൻസും എല്ലാം വരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ ഈ ഒരു ഹൈപ്പർവൈസർ കഴിഞ്ഞിട്ട് ഓരോന്നിനും ഓരോ ഗസ്റ്റ് OS വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് നല്ല രീതിയിലുള്ള ഹെഡേക്ക് വരും. നല്ല രീതിയിൽ സിസ്റ്റം റിസോഴ്സസ് കൺസ്യൂം ചെയ്യും വിർച്വൽ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അതാണ് ഇപ്പോൾ ഒരു അത്യാവശ്യം ആവറേജ് പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു മെഷീൻ ആണെങ്കിൽ നല്ല രീതിയിൽ ലാഗാവും. നമ്മൾ വിർച്വൽ മെഷീൻസൊക്കെ റൺ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അത്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലി നമുക്കതൊരു സ്മൂത്തായിട്ടൊരു വർക്ക് ഫ്ലോ കിട്ടില്ല നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഒരു വിർച്വൽ മെഷീനൊക്കെ റൺ ചെയ്യാം, അത് കഴിഞ്ഞ് 2-3 ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ ഡെസ്ക്ടോപ്പ് PCസിലും ലാപ്ടോപ്സിലും ഒന്നും നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യണമെന്നില്ല, നല്ല രീതിയിൽ സ്ലോ ആവും ആ സമയത്ത്. പക്ഷേ ഡോക്കർ കണ്ടെയ്നേഴ്സിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയല്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മുകളിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു കണ്ടെയ്നർ എൻജിൻ റൺ ചെയ്യുന്നുണ്ട്. പിന്നീട് സെപ്പറേറ്റ് ഗസ്റ്റ് OSs ഒന്നും അവിടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സിസ്റ്റം റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് മാറിക്കിട്ടി. പിന്നീട് ഡയറക്റ്റ്ലി അതിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻസും ലൈബ്രറീസും അതിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻസും ഡയറക്റ്റ്ലി റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ
പ്രാക്ടിക്കൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിർച്വൽ മെഷീനെക്കാട്ടിലും ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് കണ്ടെയ്നേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കോൺസെപ്റ്റ്സാണ് മെയിനായിട്ട് പഠിക്കുന്നതെന്നുള്ള പോയിൻറ്റ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം ഡോക്കർ ഇൻസ്റ്റാളേഷൻ എങ്ങനെ ചെയ്യുന്നതെന്നും നോക്കി മനസ്സിലാക്കും. പിന്നീട് മെയിൻ ഡോക്കർ കമാൻഡ്സ് എല്ലാം നമ്മൾ പഠിക്കും. കണ്ടെയ്നേഴ്സ് ഡീബഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. പിന്നെ ഡോക്കർ ഹബിനെ കുറിച്ച് നമ്മൾ പഠിക്കും. കണ്ടെയ്നർ ഇമേജസ് എങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കും. അതുപോലെ മൾട്ടിപ്പിൾ സർവീസസ് നമുക്ക് എങ്ങനെ റൺ ചെയ്യാമെന്നുള്ളത് നോക്കി മനസ്സിലാക്കും. അതൊക്കെയാണ് പ്രാക്ടിക്കലി നമുക്ക് എപ്പോഴും ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ നിങ്ങൾ വർക്കിങ്ങിനൊക്കെ പോകുന്നെങ്കിൽ ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് കസ്റ്റം ഇമേജസ്, ഇപ്പം റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ഡോക്കർ ഹബ്ബിൽ നിന്നൊക്കെ എടുത്ത് റൺ ചെയ്യുന്നത് കൂടാതെ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തി ഒരു കസ്റ്റം ഇമേജ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അത് ഈ പറഞ്ഞതുപോലെ ഡോക്കർ ഹബ്ബിൽ പബ്ലിക് റെപ്പോസിറ്ററിയിലോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് റെപ്പോസിറ്ററി നമുക്ക് AWSലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലൗഡ് സ്പേസിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് എങ്ങനെ പുഷ് ചെയ്ത് കീപ്പ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കും. പിന്നെ ഓൾ-ഇംസ്, ഡോക്കർ ഓൾ-ഇംസ് എന്താണെന്നും അതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കും. പിന്നീട് നമ്മൾ ലാസ്റ്റ് ശരിക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു റിയൽ ടൈം പ്രോജക്റ്റ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്കും അത് ഇതിനോടൊപ്പം തന്നെ ചെയ്ത് നോക്കാം. ഒരു വേർഡ്പ്രസ് ആപ്ലിക്കേഷൻ, MySQL ബാക്കെൻഡൊക്കെ ഉള്ള ഒരു വേർഡ്പ്രസ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ഡോക്കർ ഉപയോഗിച്ച് ഡിപ്ലോയ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കും. അത് സബ്സ്ക്രൈബേഴ്സിനായിരിക്കും അത് നമുക്ക് ആക്സസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ, ഫസ്റ്റ് ഈ ഒരു സെഷൻ കാണുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ ഈ ഒരു റിയൽ ടൈം എക്സാമ്പിളിൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷൻ മുതൽ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ പഠിച്ച് തുടങ്ങാം.